إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും നല്ല രീതിയിൽ തഖ്വ ചെയ്യാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിനെ അല്ലാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും പരിപൂർണമായി അള്ളാഹു നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. നമുക്ക് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി ത്വാഅത്തിലായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈമാനോടുകൂടി കലിമ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹു നമ്മിൽ ഏറ്റവും തൃപ്തിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ സൃഷ്ടാവായി അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ പുലർത്തേണ്ടത് അവന് അനിവാര്യമായ കാര്യമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചസ്തംഭങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരം. നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് അതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ
കൃത്യമായി അവൻ നിഷ്ഠയോടുകൂടി നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാമടക്കം എല്ലാ മുസ്ലിമീങ്ങളും നമസ്കാരത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ പുലർത്താൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. എങ്കിലും ആ നമസ്കാരത്തിൻ്റെ പൂർണ്ണതയെ, ആത്മീയമായ അതിൻ്റെ ഉള്ളടക്കത്തെ പലപ്പോഴും ചോർത്തിക്കളയുന്ന അല്ലെങ്കിൽ അതിൽ കുറവ് വരുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അത് നമസ്കാരത്തിൽ തന്നെയും അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെയും നമ്മിൽ നിന്നും സംഭവിച്ചു പോകാനിടയുണ്ട്. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ശ്രദ്ധിക്കുമ്പോൾ അവൻ അതിന് നിയ്യത്ത് ചെയ്യുന്നത് മുതലല്ല, മറിച്ച് അതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് മുതലേ അതിൽ ശ്രദ്ധയുള്ളവനാകണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത്. നമസ്കാരത്തിനായി തയ്യാറെടുക്കുന്ന ഓരോ സത്യവിശ്വാസിയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൻ നിസായിൽ ഇപ്രകാരം നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. മുഅ്മിനീങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി തയ്യാറാകുന്ന, അതിനുവേണ്ടി ശുദ്ധിയാകുന്നതിനെ സംബന്ധിച്ചാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ കഴുകണം, നിങ്ങളുടെ കൈകൾ മുട്ടുവരെയും കഴുകണം, നിങ്ങളുടെ തല തടവണം, നിങ്ങളുടെ കാല് ഞെരിയാണി വരെയും കഴുകണം. വഇൻ കുൻതും ജുനുബൻ ഫത്തഹറു. നിങ്ങൾക്ക് ജനാബത്തുണ്ടെങ്കിൽ അതിന് എപ്രകാരമാണോ ശുദ്ധിയാകാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് പ്രകാരം പൂർണ്ണമായും നിങ്ങൾ ജനാബത്തിൽ നിന്നും ശുദ്ധി കൈവരിക്കണം. വഇൻ കുൻതും മർദാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്തി ഔ ലാമസ്തുമുൻ നിസാഅ. അല്ലാഹു തആല ശുദ്ധിയാകുന്നതിൻ്റെ വ്യത്യസ്ത തലങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിശദമായി പറഞ്ഞു തരികയാണ്. നിങ്ങൾ രോഗികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണെങ്കിൽ, ഇനി അതല്ല മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അശുദ്ധി വന്നു, നിങ്ങൾ സ്ത്രീകളുമായി ഇടപഴകി, അവരെ സ്പർശിച്ചു, അല്ലെങ്കിൽ അവരുമായി സംസർഗത്തിൽ ഏർപ്പെട്ടു, ഫലം തജിദു മാഅൻ, എന്നിട്ട് നിങ്ങൾക്ക് ശുദ്ധിയാകാനുള്ള വെള്ളം ലഭിച്ചില്ല, നിങ്ങൾക്ക് നമസ്കരിക്കേണ്ടതുണ്ട്. ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീകും മിൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെള്ളം ലഭിച്ചില്ലെങ്കിലോ, വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമോ ആണെങ്കിൽ നിങ്ങൾ ശുദ്ധമായ മണ്ണ് കൊണ്ട് തയമ്മും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയുണ്ടായി. അഥവാ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരളവുകോലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ശുദ്ധിയെയാണ്. ആ ശുദ്ധി എപ്രകാരമൊക്കെ കൈവരിക്കണമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ വിശദീകരിക്കുകയുണ്ടായി. വലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തഹൂരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, ഒരാളുടെ നമസ്കാരവും ശുദ്ധിയോടുകൂടിയല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ആ ശുദ്ധി നമ്മൾ കൈവരിക്കുന്നത് ചെറിയ അശുദ്ധിയിൽ നിന്നാണെങ്കിൽ വുദൂഇലൂടെയാണ്, വലിയ അശുദ്ധിയിൽ നിന്നാണെങ്കിൽ കുളിയിലൂടെയാണ്. ഇങ്ങനെ ശുദ്ധിയാകുന്ന സമയത്ത്, വുദൂ ചെയ്യുന്ന സമയത്ത് അത് കേവലം ഒരു കർമ്മം എന്നതിലുപരി അതിനൊരുപാട് ശ്രേഷ്ഠതകളുണ്ട്, അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ കുറഞ്ഞ സമയമാണ് അതിനു വേണ്ടി ചിലവഴിക്കുന്നതെങ്കിലും അത് എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഹമ്മദിയ ഉമ്മത്ത് ആ വുദൂ കാരണമായി പ്രത്യേകമായ ഖിയാമത്ത് നാളിൽ അവരെ അറിയപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ഇന്ന ഉമ്മത്തി യുദ്ഔന ഇലൽ ഖിയാമത്തി ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുദൂ. തീർച്ചയായും എൻ്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളിൽ
വുളൂഇന്റെ കാരണമായി കൈകാൽ മുഖം പ്രകാശിക്കുന്നവരായി അവരെ വിളിക്കപ്പെടുന്നതാണ്. ഫമനിസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു ഫല്യഫ്അൽ. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും അവന്റെ കൈകാൽ മുഖങ്ങൾ അത് നല്ല രൂപത്തിൽ കഴുകാനും അതിനെ കൂടുതൽ ശ്രദ്ധിക്കാനും സാധിക്കുമെങ്കിൽ അവൻ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. വുളൂഇന്റെ സമയത്ത് അവയവങ്ങൾ അത് കയറ്റി കഴുകുക എന്നുള്ളത് വളരെയധികം സുന്നത്തുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, അല അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹിദ് ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മം കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും നിങ്ങളുടെ പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെറ്റുകളും ഒരുപാട് പിഴവുകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കും. അങ്ങനെയുള്ള ചെറുപാപങ്ങൾ ചില അമലുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉടനടി നമ്മിൽ നിന്നും മാപ്പാക്കുന്നതാണ്. അത് അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാണ്. അത്തരത്തിലുള്ള നിരവധി അമലുകൾ പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ എന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുകയുണ്ടായി. ഖാലു ബലാ യാ റസൂലല്ലാഹ്. അതേ നബി തങ്ങളെ, ഞങ്ങൾക്ക് അത് അറിയിച്ചു തന്നാലുമെന്ന് സ്വഹാബാക്കൾ മറുപടി പറഞ്ഞു. ഖാല ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സന്ദർഭത്തിലും വുദൂഇനെ പൂർണ്ണമായും നിങ്ങൾ ചെയ്യുക എന്നതാണ്. നമ്മൾ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ സമയമാണ് വുദൂഇന് വേണ്ടി നമുക്ക് ചിലവഴിക്കേണ്ടതുള്ളൂ. എന്നാൽ ഇച്ഛയുടെ പേരിൽ അല്ലെങ്കിൽ ശൈത്താന്റെ വഴിപിഴപ്പിക്കൽ മൂലം പലപ്പോഴും നമുക്കതിന്റെ ഷർത്തുകളും ഫർളുകളും പരിപൂർണമായ സുന്നത്തുകളും അനുസരിച്ചുകൊണ്ട് വുദൂ ചെയ്യാൻ സാധിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു അടിമ ആ വുദൂഇനെ പൂർണ്ണമാക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണം അവന്റെ പാപങ്ങൾ പൊറുക്കുകയും അവന്റെ ദറജകൾ ഉയർത്തുകയും ചെയ്യുന്നതാണ്. ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, അവന്റെ നഖത്തിനടിയിൽ നിന്ന് പോലും അവന്റെ പാപങ്ങൾ പുറപ്പെട്ടു പോകുന്നതാണ്. വഅലമു അന്ന ഖൈറ അഅമാലികുമുസ് സ്വലാ വലാ യുഹാഫിളു അലൽ വുദൂഇ ഇല്ലാ മുഅ്മിൻ. തീർച്ചയായും നിങ്ങളുടെ അമലുകളിൽ വെച്ച് ഏറ്റവും ഖൈറായത്, ഏറ്റവും ഉത്തമമായത് അത് നമസ്കാരമാണ്. വലാ യുഹാഫിളു അലൽ വുദൂഇ ഇല്ലാ മുഅ്മിൻ. ഒരു മുഅ്മിനല്ലാതെ അവന്റെ വുദൂഇ എപ്പോഴും കൃത്യനിഷ്ഠതയോടുകൂടി കൊണ്ടു നടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി. വുദൂ ചെയ്യുന്നതിൽ ശ്രദ്ധയും നിഷ്ഠയും ശുദ്ധിയോടുകൂടി നടക്കുകയും ചെയ്യുക എന്നത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. സ്വഹാബാക്കളുടെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവർ ഏത് സമയത്തും വുദൂയോടുകൂടി നടക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്നു. എന്ന് മാത്രമല്ല, ആ വുദൂ പുതുക്കുന്ന സമയത്ത് അതിന്റെ 2 റക്അത്ത് നമസ്കാരം അവരുടെ ജീവിതത്തിൽ അവര് പതിവാക്കുകയും ചെയ്യുമായിരുന്നു. വുദൂ ചെയ്യുമ്പോൾ ആ വുദൂഇന്റെ വെള്ളം നിർബന്ധമായും എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം എത്തിയെന്ന് ഉറപ്പുവരുത്തുന്നത് വളരെയധികം നിർബന്ധമായ കാര്യമാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ഖൗമൻ വഅഖാബുഹും തലൂഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചില ആളുകളെ കാണുകയും അവർ വുദൂ പൂർണ്ണമായി എടുക്കാത്തതിന്റെ പേരിൽ അവരുടെ ഞെരിയാണിയുടെ ഭാഗത്ത് വെള്ളം സ്പർശിക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയുണ്ടായി. വൈലുൽ ലിൽ അഖാബി മിനൻ നാർ അസ്ബിഗുൽ വുദൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ചില ആളുകൾ അവരുടെ വുദൂഇൽ അവരുടെ ഞെരിയാണി ശ്രദ്ധിക്കുന്നില്ല, അത്തരത്തിലുള്ള ആളുകൾക്ക് നാശമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അസ്ബിഗുൽ വുദൂ, നിങ്ങൾ വുദൂഇനെ പൂർണ്ണമായും പൂർണ്ണ രൂപത്തിൽ അതിനെ നിങ്ങൾ പൂർത്തിയാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. എത്തരത്തിൽ സ്വഹാബാക്കൾക്ക് നമസ്കാരം നബി തങ്ങൾ പഠിപ്പിച്ചിരുന്നുവോ അതുപോലെ വുദൂഇന്റെ ഓരോ ഭാഗങ്ങളും അതിസൂക്ഷ്മമായി സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നുവെന്ന് ഹദീസിന്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും വുദൂ വളരെയധികം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു കാണിച്ചു തരികയും അതിന്റെ പ്രതിഫലങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ഇദാ അതൈത മദ്ജഅക ഫതവദ്ദ വുദൂഅക ലിസ്സലാ.
ഉറങ്ങാൻ വേണ്ടി നിന്റെ വിരിപ്പിലേക്ക് നീ എത്തുമ്പോൾ നമസ്കാരത്തിന് വേണ്ടി എപ്രകാരം ശ്രദ്ധയോടുകൂടി വുദൂ ചെയ്യുമോ അതുപോലെ വുദൂ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ജനാബത്ത് കുളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിക്കുമ്പോൾ അതിനു മുമ്പായി വുദൂ ചെയ്തിരുന്നു എന്ന് നബി തങ്ങളുടെ പത്നിമാർ നമുക്ക് റിവായത്ത് ചെയ്തു തരുന്നുണ്ട്. ഫൈദാ ഗദിബ അഹദുക്കും ഫല്യതവദ്ദ, നിങ്ങളിൽ ആർക്കെങ്കിലും ദേഷ്യമുണ്ടാവുകയാണെങ്കിൽ അവൻ വുദൂ ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയുണ്ടായി. ആ ദേഷ്യം അത് തണുപ്പിക്കാൻ ആ വുദൂഇന് സാധിക്കുന്നതാണ്. അത് അല്ലാഹുവിന്റെ അടുക്കല് പ്രതിഫലാർഹമായ ഒരു അമലായി രേഖപ്പെടുത്തുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. വൈദാ അതാ അഹദുക്കും അഹ്ലഹു സുമ്മ അറാദ അൻ യഊദ, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ തന്റെ ഇണയുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം രണ്ടാമത് അവൻ വീണ്ടും ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പായി അവൻ വുദൂ ചെയ്യുന്നത് സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. വമൻ ഗസ്സലഹുൽ ഗുസ്ൽ വമൻ ഹമലഹുൽ വുദൂ, ആരെങ്കിലും മയ്യത്തിനെ ചുമക്കുകയാണെങ്കിൽ അതിനുശേഷം അവൻ വുദൂ ചെയ്യുന്നത് സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോഴും അതിനെ സ്പർശിക്കുമ്പോഴും വുദൂവോട് കൂടിയായിരിക്കണമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വലാ യമസ്സുൽ ഖുർആന ഇല്ലാ ത്വാഹിറുൻ, ഖുർആൻ സ്പർശിക്കുന്നത് ശുദ്ധിയുള്ളവർ മാത്രമാണെന്ന് നബി തങ്ങൾ അരുളുകയുണ്ടായി. ഇത്തരത്തിൽ വുദൂഇനെ എപ്രകാരമാണോ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് അത് എല്ലാ സമയത്തും പൂർത്തിയാക്കുവാനും വുദൂ സുന്നത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ച സന്ദർഭങ്ങളിലൊക്കെ ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ പൂർണ്ണമായും വുദൂ ചെയ്യുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വുദൂ സുന്നത്താക്കിയ സന്ദർഭങ്ങളിലെല്ലാം വുദൂ ചെയ്യുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.